ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ബിജെപി ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു വിനയകുമാർ. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനു വേണ്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്നും പൈസ പിരിച്ചു. ശോഭയ്ക്ക് കീഴിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാകില്ല. ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവം വെച്ച് പാലക്കാട് പണം നൽകിയിട്ടുണ്ടാകുമെന്നും ബിന്ദു മീഡിയ വണിനോട് പറഞ്ഞു. നേരത്തെ ബിന്ദുവിനെ ശോഭ ഫോണിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യാതൊരുവിധ സത്യവുമില്ല. ഒരു പാലക്കാട്ട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയോ എനിക്ക് ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയിൽ ഇപ്രകാരം നാണം കെടുത്തുന്നതിനോ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് അവർക്ക് തെളിയിക്കാം. അവർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരത് തെളിയിക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കവലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ രാത്രിയിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ജില്ലയിൽ വന്ന് അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ട് പോകുന്നെന്നും അതിനെതിരെ അത് ശരിയല്ലെന്നും ജില്ലാ പ്രസിഡന്റായ ഞാൻ ഇത് അറിയുന്നില്ലെന്നും സംസ്ഥാനത്ത് വിളിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ധിക്കാരപരമായ വണ്ടിയിൽ നിന്ന് ഇറക്കി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി, ഇതെല്ലാം ഇവരുടെ ശരിയായ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. ഒരു 60 വയസ്സുള്ള വൃദ്ധയായ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അടിച്ച് നിന്റെ ചെപ്പ കളയുമെന്നും അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന പല ആരോപണങ്ങളും ഇവരുന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു വനിതയ്ക്കെതിരെ ഇപ്രകാരം യാതൊരു സത്യവുമില്ലാത്ത ഒരു കാര്യം, അതും ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തൻ്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ലാത്ത, പക്ഷെ അവരുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവരത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുകയാണ്. ഫൈസൽ, പാലക്കാട്ടെ ഈ വോട്ടിന് നോട്ട് വിവാദം അത് ബിജെപിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാവുകയാണോ? നേരത്തെ ശോഭാ സുരേന്ദ്രൻ ബിന്ദു വിനയകുമാറിനെ വിളിച്ച് മോശമായി സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി ബിന്ദു വിനയകുമാർ തന്നെ രംഗത്തെത്തുന്നത്? ദിവ്യ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 ദിവസം മുമ്പാണ് ബിന്ദു വിനയകുമാർ ഇത്തരത്തിൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതായത് ബിജെപി ഉൾപാർട്ടി പ്രശ്നമാണ് അതിന് കാരണം. അതായത് ഗുരുതരമായ ആരോപണങ്ങൾ അതിലും ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ശോഭാ സുരേന്ദ്രന്റെ ഇഷ്ടക്കാരെയൊക്കെ പാർട്ടിയിൽ പ്രവേശിപ്പിച്ചു, അത്തരത്തിലുള്ള പദവികൾ, ഉന്നത പദവികളൊക്കെ നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബിന്ദു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. തുടർന്ന് ബിജെപി നേതാക്കളുടെ, പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദം മൂലം ആ ബിന്ദു ആ പോസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് തന്നെ വിളിച്ചത് എന്നാണ് ബിന്ദു പറയുന്നത്. കേട്ടാൽ അറക്കുന്ന രീതിയിൽ തന്നെ അസഭ്യം പറയുകയായിരുന്നു അവർ. അതായത് വലിയ രീതിയിൽ തന്നെ ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. താങ്കൾ കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പാലക്കാട്ടെ വോട്ടിന് പണം ആരോപണം, ആ ഒരു സംഭവത്തിൽ ഈ പാലക്കാട്ടേക്ക് ആ സ്ത്രീ അയച്ചത് ഈ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ രജിസ്ട്രേഷനിലെ വണ്ടിയിലാണ് അവർ വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബിന്ദുവിനെതിരെ ഈ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. തന്നെ ഞാൻ കോടതി കയറ്റും, അതായത് ബിന്ദുവിനെ കോടതി കയറ്റുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആ ഒരു വോയിസ് ക്ലിപ്പിലൂടെ അല്ലെങ്കിൽ ബിന്ദുവിനെ വിളിച്ച സംഭാഷണത്തിലൂടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇതിന് മറുപടിയായാണ് ബിന്ദു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ഈ ശോഭാ സുരേന്ദ്രന്റെ കീഴിൽ വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് വനിതകളെ തീർത്തും ആക്ഷേപിക്കുന്ന രീതിയിലാണ് ശോഭയുടെ പ്രവർത്തനം എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും ശോഭാ സുരേന്ദ്രൻ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നാണ് ബിന്ദു ഉറപ്പിച്ചു പറയുന്നത്. മാത്രമല്ല ഈ പാലക്കാട്ടെ വോട്ടിന് പണം എന്ന ആരോപണം അല്ലെങ്കിൽ എന്ന സംഭവം അത് ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവം വെച്ച് അത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഈ ബിന്ദു മീഡിയ വണിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ ബിന്ദു വിനയകുമാർ ആണ് ഈ പണം നൽകിയതിന് പിന്നിൽ എന്ന് പറയാൻ, ശോഭാ സുരേന്ദ്രൻ പറയാൻ
എന്തൊക്കെ കാരണങ്ങളാണ് അവർ നിരത്തുന്നത്? അതിലൊന്ന് ആലപ്പുഴ നമ്പറിലുള്ള കാറാണ്, അതുകൊണ്ട് മാത്രമാണോ? അതായത് ബിന്ദുവിനെ ടാർഗറ്റ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ബിന്ദുവിനോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒരു വ്യക്തമായ കാരണമില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ബിന്ദുവിനെ അറിയില്ല എന്നാണ് പറയുന്നത്. മറിച്ച് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആലപ്പുഴ രജിസ്ട്രേഷനിലുള്ള കാറാണ് വന്നത്, അപ്പോൾ അത് ബിന്ദുവായിരിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇവർ തമ്മിൽ നേരത്തെ ശത്രുതയുണ്ടായിരുന്നില്ലേ ഫൈസൽ? ശത്രുത എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് ഇത്തരത്തിൽ ശത്രുത മനോഭാവം ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ BJPയുടെ മുൻ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റാണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഉൾപാർട്ടി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലാണ് ശോഭാ സുരേന്ദ്രൻ ഇവർക്കെതിരെ രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഒരു ശത്രുതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിയുമായി രംഗത്തെത്തുന്നത്, അതിന് മറുപടി ഇവർ നൽകുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവ് കൂടിയായ ബിന്ദു വിനയകുമാർ. ശോഭാ സുരേന്ദ്രൻ പണം നൽകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. വിവരങ്ങളാണ് ഫൈസൽ അസീസ് നൽകിയത്.